ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവരാത്ത് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോളി ആഘോഷിക്കുന്നു. ഹോളിയുടെ വീഡിയോസ്, പിന്നെ നമ്മളെ ഒരാൾ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് കിട്ടും, ബാങ്ക് കുടിക്കാം, പിന്നെ ഫുഡ് കഴിക്കാം. അപ്പം ഹോളി സ്പെഷ്യലാണ് ഇന്ന്. ഹോളിയാണ് നമ്മുടെ വ്ലോഗ്. ഓക്കെ, ഇത് ഇപ്പോൾ അടുത്തുള്ള കോളനി അടുത്താണ് ഞാനുള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ. ഇവിടെ വലിയ ഗുമ്മൊന്നുമില്ല, എല്ലാ ചുണ്ണി പിള്ളേരാണ് ഹോളി ആഘോഷിക്കുന്നത്. നമുക്ക് സത്യത്തിൽ അതല്ല വേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ കളറായിട്ട് വെള്ളമൊക്കെ ചീറ്റി വലിയ സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തേക്ക് നമുക്ക് അടുത്തായിട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാങ്ക് കുടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ വന്നേക്കുക. നമുക്ക് ബാക്കി ബാങ്ക് കുടിച്ചിട്ട് ആവാം. ഓക്കെ, ഇതാണ് പുള്ളിയുടെ ഭവനം. ഇവിടെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. ഇതാണ് ഇവിടുത്തെ ഹോളിയുടെ സ്പെഷ്യൽ. ഇതിൻ്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഗുലാബ് ജാം, ഇത് ബർമസലി, ഇത് പൂരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോമോസ് തേങ്ങ കോഴിയട. എന്തൊരു സാധനമാണ് ഗൈസ്. ചൈനീസ് മെനു നമുക്ക് അറിയത്തില്ല. ഇത് നമ്മൾ കോഴിയാന്ന് വിചാരിച്ചു, പക്ഷെ മാംസാഹാരങ്ങൾ ഇവർ കഴിക്കത്തില്ല. അതല്ല, ഇതാണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. ആരോഗ്യത്തിന് കുഴപ്പമില്ല. തിന്ന 2 ദിവസം തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആശുപത്രിയിലാവും. അത്രയ്ക്ക് എണ്ണയുണ്ട്. ഗൈസ്, അടുത്ത നമ്മള് പായസമാണ് ചെയ്യാൻ പോകുന്നത്. പായസം ട്രൈ ചെയ്യാൻ പോവാ. ഗുലാബ് ജാം തിന്നോണ്ടാന്ന് തോന്നുന്നു ഗൈസ്. പായസത്തിന് മധുരം കുറവ് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധനം വന്ന് ഗൈസ്, ജഗ് നിറച്ച സാധനമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കാൻ പോകുന്നത് ഗൈസ്. ഇവരൊക്കെ കുടിയന്മാരാ ഗൈസ്. സാധനം എത്തി. നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് ജഗ് നിറച്ച സാധനമാണ്. ഇത് ഫുള്ള് നമുക്കുള്ളതാണ്. അങ്ങനെയുണ്ട് തണുപ്പുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകും. ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയൊന്നും ഇല്ല ഗൈസ്. ഞാൻ കുറേ ഇത് ഉദ്ദേശിച്ചു, പക്ഷേ ഇതിൽ പാലും പഞ്ചസാരയാണ് കൂടുതൽ. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിൻ്റെ അകത്ത് അധികം ഇല്ല ഗൈസ്. എന്തെങ്കിലും ആവുമെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. ഹാപ്പി ഹോളി. ഇവിടെ ഒന്നും പൊമ്പളകളൊന്നുമില്ല ഗൈസ്. ഫുൾ ചെക്കന്മാരാ ഗൈസ്. നമുക്ക് ഓരോ ബ്ലോക്കിലും ഓരോ പിള്ളേരുടെ കളികൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ ബ്ലോക്കിന്റെ കളിയാണ്. ഏതാ ബ്ലോക്ക് എന്ന് അറിയത്തില്ല, പക്ഷെ ആ ബ്ലോക്കിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കളികൾ കാണാം. എല്ലാ ചുണ്ണി പിള്ളേരെ ഇതേണ്ട അവിടെയുണ്ട്, ഇവിടെ ഇല്ല. ഗോവിന്ദ ചാവിയെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നു. പകടോ
ഇവരൊരു ഗ്യാങ് ആണ്. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. അവസാനം കരഞ്ഞോണ്ടൊക്കെയാ പോകുന്നത്. ഇന്ന് എന്തേലൊക്കെ നടക്കും. ഇന്ന് അടിയായി ഇന്നിവിടെ എന്തേലും നടക്കും ഗൈസ്. ഇതേതോ ചൈനീസോ ജാപ്പനീസോ കണ്ടാണ് അവൻ പറയുന്നത്. എന്താണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ടീംസ് ഇത് ആകാശ് സാർ, പിന്നെ ഇത് വിഘ്നേഷ് സാർ, ഇത് യദു സാർ, പിന്നെ അത് ഏതോ ഒരു സാർ. ആ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ബാങ്ക് പിടിക്കാൻ പോകുന്നത്. ഇതാണ് അവരുടെ ഘർ. അങ്ങനെ അവനുള്ളത് കിട്ടി. ഇപ്പോഴാണ് കളറായത്. ഇത്രയുണ്ടെങ്കിലും പുള്ളിക്ക് കുഞ്ഞു മനസ്സാ ഗൈസ്. വിഘ്നേഷ് എടാ നില്ല ഹോളിയായിട്ട് എന്താണ് എല്ലാരും പേര് ഹാപ്പി ഹോളിയേ ഓ ഗൈസ് ഹാപ്പി ഹോളി मारा पीछे से मार दो. ഗൈസ്, അടുത്തത് നമ്മള് ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോവാണ്. ഹെൽമെറ്റ് ഇല്ലാണ്ട് തന്നെ ഇവിടെ കടത്തി വിടത്തില്ല. അപ്പോഴാണ് ട്രിബിൾസ് രണ്ടുപേര് ഹെൽമെറ്റ് ഇല്ലാണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാൻ. ഗൈസ്, ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. സാധനം തീർന്നു പോയി മേടിക്കാൻ പോകുന്ന പറഞ്ഞല്ലേ, ഇതാണ് സാധനം. പല കളറിൽ പല സൈസിലുള്ള ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കണം. ഇതൊരു 5 എണ്ണം, ഇതൊരു 5 എണ്ണം, ഇതൊരു 2 എണ്ണം, ഇതൊരു 3 എണ്ണം, അതൊരെണ്ണം. കാക്കയെ പിടിക്കുന്നു. കാക്കയുടെ കൂടെ എന്തൊരു ഒരു സാധനം. എല്ലാത്തിനും നമ്മൾ കുറേശ്ശെ എടുക്കാനാണ് പ്ലാൻ. അപ്പം നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. സാധനം പൊളി സാധനം. ഇനി കുടിച്ചു നോക്കട്ടെ. സംഭവം ഒറിജിനലാണ് നല്ലത്. ഇത് ഇറങ്ങുന്നില്ല. കഷായം ഇത് ജീരകമാണോ ഗ്രാമ്പു ആണോ? കുടിച്ചേടാ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആദ്യമായിട്ട് കുടിക്കുന്ന എക്സ്പ്രഷൻ. മക്കളെ, ഇതാണ് ഗുജറാത്തിലെ ചായക്കട. ഇത് ഇഞ്ചി ഇടിക്കുന്ന സാധനം, ചായയിലിടുന്ന ഇഞ്ചി ഇടിക്കുന്ന സാധനം മക്കളെ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നോ എന്തോ എനിക്കറിയത്തില്ല. ദൈവമേ, തേയില. ഇതാണ് ഗായ്സ് ചായപാത്രം. ദൈവമേ, അങ്ങനെ നമ്മൾ ഗുജറാത്തിലെ അധോലോകത്തിലാണ് ഇപ്പോൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ അധോലോകം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് 2 വർഷമായി. ഇങ്ങനത്തേക്കൊരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ദൈവമേ, ഫുള്ള് വൈബാണ് ഗൈസ്. വൈബോട് വൈബ്. ഒരു ചെറിയ ബേക്കറി തന്നെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നുണ്ട്.
നമ്മൾ അറിയാതെ നമ്മൾ ധാരാവിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്ഷൻ. ഇതാണ് മെയിൻ ഹോളി. ഹോളി ഹോളി ഇപ്പൊ ആരെ കണ്ടാലും നമുക്ക് മനസ്സിലാവത്തില്ല, അത്രയ്ക്കും വൃത്തിയോടുകൂടാണ് എല്ലാവരും നിൽക്കുന്നത്. Mega say hi. നമ്മുടെ കളറില്ല, ഓസിലടിക്കാൻ വന്നതാ, ഓസിൽ വന്നതാ. കളർ എല്ലാ ജാടത്തുണ്ട്. 3 കവർ നമ്മുടെ റൂമിലുണ്ട്. ഞങ്ങൾ ആദ്യം കോളനിയിൽ പോയി. ഫേമസായി. That's what. Oh come on! Wow! ഇതാണ് ഇവിടുത്തെ ഹോളി. ഇങ്ങനെ ഹോളി ആഘോഷിക്കാം. ഇത് കുറച്ച് എക്സ്ട്രീം ലെവൽ ഹോളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത്രയ്ക്കും പവറാണ് ഗൈസ്, പവർ. तुम्हारा टूथपेस्ट में नमक है, टीथ दिखाओ. हैप्पी होली. ओए हैप्पी होली, हैप्पी होली. എടാ കണ്ട ഗൈസ്, പാവം അവനെ മാത്രം CBSE ആണെന്ന് തോന്നുന്നു, അവനെ വെളിയിൽ വിട്ടില്ല ഗൈസ്. പാവം ചെറുക്കൻ. അവ അവിടെ ഇന്നത്തെ ഹാപ്പി ഹോളി പറയുന്നു. നன்றി കെട്ട ഉലകം സാറിത് गाइस ये हमारा फ्रेंड्स है, अभी होली चल रहा है. അപ്പോൾ ഗൈസ് നമ്മൾ ഹോളി കഴിഞ്ഞു. ഇനി കുറച്ച് മധുരം കഴിക്കണം. മധുരം കഴിക്കാൻ വേണ്ടി നമ്മൾ ഐസ്ക്രീം എടുത്താ.
അപ്പൊ നമുക്ക് ഏത് ഭയങ്കര സ്നേഹമുള്ളവനാണ്. ആ ഐസ്ക്രീം ഒക്കെ നമുക്ക് മേടിച്ചത്. ഇത് കഴിഞ്ഞിട്ട് പോയി ഫ്രഷപ്പ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. നമ്മള് ഫുഡ് കഴിക്കാൻ ടോക്കണൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ടോക്കണൊക്കെ കമ്പനിയാണ്. ടോക്കൺ കൊണ്ടുപോയാൽ ഫുഡ് കഴിക്കും. സോ നമ്മള് ഫുഡ് കഴിക്കാം. എനിക്ക് പിസ്തക്കകത്ത് മേലെ അണ്ടിപ്പരിപ്പ് വരുന്ന സാധനം, ഒരു കിണ്ണം കാച്ചിയ സാധനം എടുക്ക്. ഇവനൊക്കെ ബാങ്ക് കുടിച്ച് കട്ടാണ് ഗൈസ്. ആ നമുക്ക് വിളിക്കല്ല, അവിടെ പൈസ കൊടുക്കട്ടെ ആദ്യം. ഏതൊക്കെ പോയി, ഏതൊന്നും ഇല്ല. ഒരു ഗ്ലാസ് ബാങ്കിൽ മറിഞ്ഞു ഏതൊക്കെ. അപ്പൊ ഗൈസ് നമ്മൾ ഹോളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫ്രഷപ്പായി എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പൊ ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് ചോറ് തീരുമെന്നതാണ് തോന്നുന്നത് ഗൈസ്. അണ്ടാവ് കഴുകിയ ചോറും കറിപ്പാത്രം കഴുകിയ കറിയൊക്കെ കുടിക്കാനാണ് ഇന്ന് നമ്മുടെ ഭാഗ്യം എന്നാണ് തോന്നുന്നത്. വളരെ ശോകമാണ്. എന്തുകൊണ്ടും വളരെ ദയനീയമായ അവസ്ഥയാണ്. ടോട്ടലി ഫക്ഡ് അപ്പ് ഗൈസ്. ഭയങ്കര ശോകമാണ് ഗൈസ്. ഗൈസ് ഭയങ്കര ശോകമാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ ഇത് കൂപ്പൺ ഉണ്ടായിട്ട് പോലും നീങ്ങുന്നില്ല. ഫുഡ് തികയുന്നില്ല ഗൈസ്. ഗൈസ് ഈ ഫ്രീ ഫുഡിൻ്റെ പിറകിലൊരു രഹസ്യമുണ്ട്. നമുക്കിപ്പോൾ ഫ്രീ ഫുഡായിട്ട് ഇവർ നമുക്ക് ഫുഡ് തരും. എന്നിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മുടെ അടുത്ത മാസത്തെ സാലറി വരുമ്പോഴത്തേക്കും അതിലൊരു ഡിഡക്ഷൻ കാണിക്കും. അങ്ങനെയാണ് ഗൈസ് ഇവർ നമ്മളെ പറ്റിക്കുന്നത്. വളരെ വളരെ വിഷമകര. വിഘ്നേഷ് അല്ലേ ഇത്? ഇത് ഞാനല്ലത്. അയ്യോ ഗായ്സ്, ഫുഡിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗായ്സ്. സംഭവം ഞാൻ പെട്ടെന്ന് വിശപ്പുള്ളതായിട്ട് പെട്ടെന്ന് കഴിച്ചു പോയി ഗായ്സ്. സൂര്യ ഇപ്പോഴാണ് വന്നത് ഗായ്സ്. ഇതിന് മുന്നേ നമ്മുടെ ഇവിടെ സൂര്യ ഇല്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മേഘ, ഇത് വിഘ്നേഷ് TR, യദുനാഥ് V. നമ്മുടെ അടുത്ത കൂപ്പണിലുള്ള ഐറ്റമാണ് ഗുൽഫി. യു ആർ ഈറ്റിംഗ് ഗുൽഫി മാൻ. ഓക്കെ, നമുക്ക് ഗുൽഫി കഴിച്ച് ഇന്നത്തെ ആഹാരം നമുക്ക് നിർത്താം. ഇത്രയേ ഉള്ളൂ. ആഹാരത്തിന്റെ പരിപാടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വന്നതാ. രാവിലെ തൊട്ട് ഇപ്പം പെരുവെയിലത്ത് വരെ ഞാനിങ്ങനെ നിൽക്കുക. കണ്ണൊന്നും ഇല്ല. നമുക്ക് ഉറങ്ങണം. ഓക്കെ ഗൈസ്, നമ്മൾ ഗുൽഫി കഴിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാനൊന്ന് ആലോചിക്കട്ടെ അതെന്താന്ന് ഒന്നുകൂടെ. അപ്പോൾ ഗൈസ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി റൂമിൽ പോവുക, ഉറങ്ങുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ റൂമിലൂടെ നടക്കുക. അപ്പോൾ ഇവിടുത്തെ ഹോളിയൊക്കെ ഇങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാണ്ട് പരിപാടിക്കൊക്കെ ഇറങ്ങി അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.